വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മറൈൻ മാനിയ. ഓസ്ട്രിയയിലേക്കുള്ള യാത്രയാണ്. സ്ലൊവേനിയ ടച്ച് ചെയ്തു, ഓസ്ട്രിയയിലേക്കാണ് വീണ്ടും പോകുന്നത്. ക്രിസ്മസിനും ന്യൂ ഇയറിനും കുറച്ച് നാൾ മുമ്പുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒരു ആശംസകളോടെയായിരുന്നു ഈ വീഡിയോ എടുത്തത്. അവിടെ എല്ലാം ഞങ്ങൾ റീൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു. കാറിട്ട് തെക്കോട്ടും വടക്കോട്ടും ഇട്ട് ഓടിച്ച് ഐസുകളിലൂടെയൊക്കെ കയറ്റി ഇറക്കിയ ഒരു റീൽസ് എടുപ്പായിരുന്നു. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നൊരു വശങ്ങളിൽ മൊത്തവും ഐസ് വീണ് കിടക്കണം. അതായത് മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു തലേ ദിവസം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 3 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലോട്ട് ചെല്ലുമ്പോൾ -1, ചില സ്ഥലങ്ങളിലോട്ട് ചെല്ലുമ്പോൾ 0 ഡിഗ്രി, അങ്ങനെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും വളരെ മികച്ച ഒരു ക്ലൈമറ്റാണ് ഇന്നത്തെ ദിവസം കാണാൻ കഴിയുന്നത്. സൂര്യപ്രകാശം വളരെ നേർത്ത രീതിയിൽ മാത്രമാണ് രാവിലെ വന്നത്. സൈഡിലെല്ലാം കുറേയൊക്കെ പാറകളൊക്കെ അടുക്കി വെച്ചുള്ളൊരു മനോഹരമായ ഒരു റൂട്ടാണത്. ഗഡറുകളെല്ലാം കറക്റ്റ്, കൈവരികളെല്ലാം വളരെ നന്നായിട്ട് റബ്ബറൈസ്ഡ് ടാറിങ് ചെയ്തിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും ഒരു ഫിറ്റ്നസ് ആയിട്ടുള്ള റോഡാണെന്ന് പറയാനും കഴിയും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് മുന്നേയും ഇതേപോലുള്ള റോഡുകൾ ഞങ്ങൾ ടച്ച് ചെയ്ത് വരാറുണ്ട്. ഇറ്റലിയിൽ നിന്ന് വരുന്ന സമയത്ത് ഓസ്ട്രിയയിലോട്ട് കയറാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു റൂട്ടാണ് ഈ യുനെസ്കോ പൈതൃക പാത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് പിടിക്കൽ എൻ്റെ ഇഷ്ടം വിനോദമാണ്. ഈ റൂട്ട് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു റൂട്ട് കൂടിയാണ്. ഏകദേശം അർണോൾസ്റ്റൈൻ എന്ന പേരുള്ള ഒരു റൂട്ടാണ് അർണോൾസ്റ്റൈൻ പിടിച്ചിട്ട് വേണം ഈ ഒരു റൂട്ട് വരാനായിട്ട്. വഴിയിൽ കണ്ട ഒരു മനോഹരമായിട്ടുള്ള തടാകമാണിത്, മലഞ്ചെരികൾക്കിടയ്ക്കുള്ള തടാകം. ഇവിടെയൊക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്ന് സമ്മാന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കാർ കൊണ്ടിട്ട് ഇവിടെ വന്ന് കസേരയൊക്കെയായിട്ട് ഇരിക്കാറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു കളറ് തന്നെ ഒരു ഗ്രീനിഷ് കളറാണ്, പക്ഷേ വളരെയധികം ഡെപ്ത് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറാണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് വലത്തോട്ട് പോകുകയാണെങ്കിൽ സ്ലൊവേനിയയും, ഇടത്തോട്ട് പോകുകയാണെങ്കിൽ ഓസ്ട്രിയയാണ്. 2 രാജ്യങ്ങളിലേക്കുള്ളതാണ്. ട്രാവിസിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, ഇറ്റലി ടച്ച് ചെയ്ത് പോകണമെങ്കിൽ ഓസ്ട്രിയ കയറി വീണ്ടും ഇറ്റാലിയൻ ബോർഡറിലോട്ട് കയറേണ്ടി വരും. അതുകൊണ്ട് ഇടതുവശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റലിയിൽ തന്നെയുള്ള ആദ്യത്തെ ബോർഡറും രണ്ടാമത്തെ ബോർഡർ ഓസ്ട്രിയൻ ബോർഡറുമാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ തിരിയുന്നത്. മറ്റേതെടുത്ത് കണക്ഷൻ ചെയ്ത് കൈ വെച്ചേരെ, അതിവിടെ വേണം നമുക്ക്. ആ GPS എടുത്തേ മോളെ, അതങ്ങ് വിട്ടുപോയി ഞാൻ പറയാം. മോളെ ആ GPS എടുത്തേ, ഇവിടെ ഇതൊക്കെ എടുക്ക്. അപ്പോൾ നമ്മൾ സ്ലൊവേനിയയിലോട്ട് പോവാണ്, അടുത്ത രാജ്യത്തേക്ക് കയറുകയാണ്. സ്ലൊവേനിയ 3 എന്ന് പറയുന്ന SS54 ഓട്ടോബാനല്ല കേട്ടോ, ആ ഓഡിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാം. 3 കിലോമീറ്റർ സ്ലൊവേനിയയുടെ ബോർഡറാണ്. 450 മീറ്ററിലല്ലേ ഈ ഒരു യൂറോപ്യൻ യൂണിയന്റെ ബോർഡ് കണ്ടില്ലേ? അവിടെ ഒരുപാട് റൈഡേഴ്സ് വന്ന് കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിലേക്ക് കൊണ്ടുവന്ന് ഫുള്ള് സ്റ്റിക്കറൊക്കെ വാരി ഒട്ടിച്ചത് കൊണ്ടുള്ള ഒരു പ്രവണത അത് വളരെ ഒഴിവാക്കാമായിരുന്നു. കാരണം വളരെ നല്ല രീതിയിൽ നമുക്ക് വഴികാട്ടിയായി തരുന്ന ബോർഡുകളൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ പല റൈഡേഴ്സും അവിടെ കൊണ്ടുവന്ന് ബോർഡ് ഫിക്സ് ചെയ്യാറുണ്ട്, സ്ക്രൂവിൽ ചെയ്ത് ഫിക്സ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വീണ്ടും ഇറ്റലിയിൽ നിന്നും സ്ലൊവേനിയ ബോർഡറിലേക്കാണ് കയറുന്നത്. 150 മീറ്ററിൽ സ്ലൊവേനിയ ബോർഡർ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം. വണ്ടിക്ക് തന്നെ സ്കാൻ ചെയ്ത് ഇങ്ങ് പൊക്കോളും. നമുക്ക് ഷെങ്കൻ വിസ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് പാസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാം. ഇപ്പം ഞങ്ങൾ ഈ ഒരു വഴി കൂടി നമ്മൾ 10 km/h വേഗത്തിൽ വേണം കടക്കാനായിട്ട്. സ്ലൊവേനിയ വഴി കിടക്കുന്ന കേട്ടോ, 255 കിലോമീറ്റർ അങ്ങോട്ട്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സ്ലൊവേനിയയിലെ മെയിൻ സ്പീഡ് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത്, ഫൈൻ അടിക്കാതിരിക്കാൻ. കേട്ടോ, ഇവിടുത്തെ ലൈറ്റിംഗ് എങ്ങനെ ആയിരിക്കണം എന്നറിയോ? 0.00 ഡിഗ്രി ആയിരിക്കണം, -24 ഡിഗ്രി ആയിരിക്കണം. അതായത് വെർട്ടിക്കലി മേളിലോട്ട് താഴോട്ടും കയറുമ്പോൾ ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതാണ് വിന്യാറ്റ. ഓട്ടോ ബാനിൽ ഓടിക്കണമെങ്കിൽ വിന്യാറ്റ വേണം. ഗ്രീൻ ഇത് കണക്കത്തെ സൈൻ ഉണ്ടെങ്കിൽ വിന്യാറ്റ വേണേ. 3.5 എന്തോ എഴുതിയിരിക്കുന്നതെന്നാ
ഡാർസ്കോ അതായത് ഓട്ടോ ബാനിൽ. അങ്ങനെ നമ്മൾ സ്ലോവേനിയയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം മുമ്പുള്ള ഈ മഹായുദ്ധങ്ങളിലെല്ലാം പട്ടാളക്കാർ താമസിച്ചിരുന്ന ഒരു ബോർഡറാണിത് കേട്ടോ. സ്ലോവേനിയയുടെ എൻട്രി ബോർഡറാണിത് കേട്ടോ, കൺട്രി ബോർഡർ. അതെല്ലാം ബാരിക്കേഡ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പട്ടാളക്കാർ സ്റ്റേ ചെയ്തിരുന്ന ഒരു ബോർഡറായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടിയാണ് പോകുന്നത്. ഇതൊരു നാഷണൽ റോഡാണ്, ഇന്റർനാഷണൽ റോഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഹൈറ്റ് കണ്ടില്ലേ, ഈ ഹൈറ്റ് ചെറിയ പോളുകൾ വെച്ചിരിക്കുന്നുണ്ടല്ലേ, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ് മൂടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഐസ് മൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഉയരത്തിൽ വേണ്ടിയിട്ടാണ് ആ പോൾസ് എല്ലാം പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ. ഓരോ കൺട്രീസിലെയും അതായത് ബോർഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ ജർമ്മനിയിലെയും ഓസ്ട്രിയയിലെയൊക്കെ ഏകദേശം ബോർഡുകൾ നീല കളറാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ പച്ച കളറാണ്. ഇതിനൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ മഞ്ഞ കളറായിരിക്കും ബോർഡ്, ചില സ്ഥലങ്ങളിൽ ഏകദേശം നീല കളറും, ചില സ്ഥലങ്ങളിൽ ഏകദേശം ഒരു ഇളം തവിട്ട് നിറത്തിലുള്ള കളർ ബോർഡുകളും. ഓസ്ട്രിയയിലെയൊക്കെ ബോർഡുകൾ, സിറ്റിയിലെ ബോർഡുകളൊക്കെ വെള്ള കളർ ബോർഡുകൾ. ഇങ്ങനെ ബോർഡുകളുടെ കളേഴ്സിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങളിലേക്ക് കയറുമ്പോഴും നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇറ്റലിക്കാണെങ്കിൽ ഫുൾ ഗ്രീൻ ബോർഡ്സാണ്, നല്ല രസമാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പല പല തരത്തിലുള്ള ബോർഡുകളും കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു രസമാണ് കാണാനൊക്കെ. ഇവിടങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നതിന് നല്ല സ്കില്ലായിട്ടുള്ള ഡ്രൈവിംഗ് ആവശ്യമുണ്ട് കേട്ടോ. നല്ല സ്കില്ലായിട്ടുള്ള ഡ്രൈവിംഗ് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് ഒന്ന് തെറ്റിയാൽ മതി, നമ്മുടെ കാറും എല്ലാം ആയിട്ട് കൊക്കയിലോട്ട് വീണ് കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് ഒരു ഇഞ്ച് അങ്ങോട്ടൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ഇതുമില്ല. ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ തീർന്നു, അല്ലൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ വളരെ നല്ല മികച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് സ്കിൽസുകൾ ഇവിടെ ആവശ്യമാണ്. എസ്പെഷ്യലി മഞ്ഞ് സമയത്ത്. വിൻ്റർ സമയം എന്ന് പറയുമ്പോൾ വിൻ്റർ ടയർ നിർബന്ധമാണ്. നമ്മുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരിക്കണം. പല സ്ഥലങ്ങളിൽ ചെയിൻ്റെ ബോർഡ് വയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള ചെയിൻ വേണം. മനോഹരമായിട്ടുള്ള ഒരു ഇത് കണ്ടേ, താഴ്വര കണ്ടില്ലേ, മലകൾക്കിടയിലുള്ള ബ്യൂട്ടി എന്നറിയാം സ്ലൊവേനിയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ലൊവേനിയ പറയും, സ്വിറ്റ്സർലൻഡും പറയും. അത് കണക്ക് തന്നെ ഇറ്റലിയും സ്ലൊവേനിയയും സ്വിറ്റ്സർലൻഡും, ഇറ്റലിയും സ്ലൊവേനിയയും ഓസ്ട്രിയയും തമ്മിലുള്ള ബോർഡറുകളൊക്കെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൽപ്പൻ പർവ്വതങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. പർവ്വതങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം, താഴ്വരകളും പർവ്വതങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാം മനോഹാരിതമായിട്ടുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു 3 കൺട്രികളുടെയും ബോർഡറുകൾ തരുന്ന സ്ഥലമാണ് ഇറ്റലി, ഓസ്ട്രിയ, സ്ലൊവേനിയ. ജസ്റ്റ് ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി. ബ്രേക്കിൽ നിന്ന് എടുത്തോ, റോൾ ചെയ്തോ, കാലെടുത്തോ. നല്ല ബ്രേക്ക് അപ്ലൈ. ഇനി വിട്, പെട്ടെന്ന് വിട്. മനസ്സിലായ? ഏറ്റവും ടെമ്പ് വേളോ നല്ല ഇറക്ക സ്പീഡ് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഹാർഡ് ബ്രേക്ക് ആയിട്ട് അങ്ങ് വിട്ടേക്കണം, പെടാന്ന് വിട്ടേക്കണം. നല്ല ബ്രേക്കിങ് ടിപ്പിൽ വരുമ്പോഴത്തേക്ക് വിട്ടെ. ഹൈബ്രിഡ് ട്രെയിൻ ചെയ്യുകയാണ്. മനസ്സിലായ? അപ്പം നമുക്ക് വൈഫാണ് ഓടിക്കുന്ന വണ്ടി. ഹൈബ്രിഡ് ട്രെയിനിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് പ്രത്യേക രീതിയിൽ നമുക്ക് ബ്രേക്കിങ് ആവശ്യമാണ്, എൻജിൻ ബ്രേക്കിംഗ് ആവശ്യമാണ്. ബ്രേക്കിങ്ങിനനുസരിച്ച് നമ്മൾ ചാർജ് വീണ്ടും ബാറ്ററി സ്റ്റോർ ചെയ്യും. വീണ്ടും നമുക്ക് 3-4 കിലോമീറ്റർ നമുക്ക് നോൺ ഹൈബ്രിഡ് ട്രെയിനിൽ നമുക്ക് ഓടിക്കാനുള്ള ചാർജിങ് നമുക്ക് കിട്ടും. ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിളാണ് നമുക്ക് കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇറക്കമെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് വണ്ടി ഓടിക്കുകയും മാത്രമല്ല ഹീറ്റിങ്ങിനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും നമുക്ക് മാക്സിമം ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഹീറ്ററിലാണ് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സമയം സന്ധ്യ കഴിഞ്ഞു. നമ്മൾ ഒരു കാട്ടിനുള്ളിലേക്കാണ് കയറിയത്. അതൊരു പൈൻ കാടുകളായിരുന്നു. അതുവഴി വീണ്ടും നമ്മൾ
മുന്നിലേക്ക് പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഹോട്ടൽസുകൾ, സംവിധാനങ്ങൾ, ഭക്ഷണശാലകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. In 700 meters, arrive at Hallstatt on the left. കിലോമീറ്റർ. അവസാനം ഹോൾസ്റ്റാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 5-6 കിലോമീറ്ററാണ് ഈ തുരങ്കം എന്ന് പറയുന്നത്. ഇതൊരു വൺ വേ തുരങ്കമാണ്. നമ്മുടെ ഇടതുവശത്ത് അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാനുള്ള തുരങ്കമുണ്ട്. ഈ തുരങ്കം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇതിലുള്ള മിനിമം സ്പീഡ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 50 km/h ഇതിനകത്തൂടെയുള്ള വേഗം എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും ഏകദേശം ഷോൾഡർ ലൈനുകൾ വരച്ചിട്ടുണ്ട്. നടക്കാൻ വേണ്ടിയിട്ട് ഒരു നടപ്പാതയും ഇതിൻ്റെ വശങ്ങളിലായിട്ട് ഉണ്ട്. മാത്രമല്ല ഇടയ്ക്ക് വെച്ചിട്ട് ഈ തുരങ്കങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വഴിയുണ്ട്. ബസ് സ്റ്റാൻഡിലുള്ള ബസ് ബേ ഉണ്ട്. അപ്പോൾ ഇത് ചെല്ലുന്നത് നേരെ ഹോൾസ്റ്റാട്ട് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഭൂപ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വേൾഡ് ഹെറിറ്റേജ് വ്യൂ അല്ലെങ്കിൽ ഒരു സ്വർഗത്തിൻ്റെ ഭൂമിയിലെ സ്വർഗമെന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഹോൾസ്റ്റാട്ടിലേക്കായിരിക്കും ഈ വഴി ചെന്നിറങ്ങുന്നത്. ഇനി വേണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ക്യാമ്പ് ചെയ്യാൻ, സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുരങ്കം അവസാനിച്ച്, ഈ ആൽപ്പൻ പർവ്വതത്തിനുള്ളിലൂടെയുള്ള ഈ ഒരു തുരങ്കം അവസാനിച്ച് ചെല്ലുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കിയിട്ട് വേണം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനും. മാത്രമല്ല ഹൈബ്രിഡ് ഓൺ ചെയ്ത് അതിന് കറക്റ്റായിട്ട് നമുക്കൊരു ഹീറ്റിംഗ് ഓൺ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് വിശ്രമിക്കാനും. ഞങ്ങളുടെ കയ്യിൽ ക്യാമ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ക്യാമ്പിംഗ് ബുക്കിംഗ് പ്ലാറ്റ്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കണ്ട് ഒരു സ്ഥലം നോക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം രാത്രി ഹോട്ടൽ അവൈലബിലിറ്റി വളരെ കോസ്റ്റ്ലി കാണിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഹോട്ടൽ എടുക്കുന്നില്ല ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവരും അലേർട്ടായിട്ടിരിക്കുകയാണ്, ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾ 3 പേരുമാണ്, ഞാൻ ആവാനും സ്വാലിയായിട്ട് 3 പേര് കൂടിയാണ് ഈ ഒരു ട്രിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറേ ദൂരം സ്വാലിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. കണ്ടില്ലേ, തുരങ്കം ഇപ്പോഴും അവസാനിക്കുന്നില്ല, മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തോടെ അടിക്കണല്ലേ തുരങ്കം? സോറി, മാപ്പൊന്ന് കാണിച്ചേ. എല്ലാവരും വിചാരിക്കും മാപ്പ് ഇതായിരിക്കും, പക്ഷേ ഇത് വലിയ മഴ തുരങ്കമാണേ. ഇത്ര ഇറക്കത്തില് ഇത്രയും എഞ്ചിനീയറിങ്, ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ഇത് കേട്ടോ ഈ തുരങ്കം എന്ന് പറയുന്നത്. In 400 meters, make a U-turn. In 400 meters, right turn onto Malavik. വീണ്ടും ബാക്കി വീഡിയോയുടെ ഭാഗങ്ങളുമായി കാണുന്നതുവരെ നന്ദി. Once again, thank you for watching Electro Marine Mania. ജയ് ഹിന്ദ്. ഓസ്ട്രേലിയൻ വീഡിയോ വീണ്ടും കാണാം.